അമ്മേ ഗുഡ് നൈറ്റ്. സുമി ഗുഡ് നൈറ്റ്. തക്കടുവിന്റെ ഒരു കാര്യം ആ അച്ഛമ്മേടെ അടുത്ത് പറയാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ അത്? ഗിരിയെ, നമ്മുടെ കമ്പനിയിൽ എനിക്കൊരു ജോലി ഒന്ന് അച്ഛമ്മേ. ആ ജോലിയോ? ആ അപ്പൊ പ്ലാൻ വർക്കായി. നാളെ മുതൽ ഇവള് ഓഫീസിൽ പോയി തുടങ്ങും. എന്തായാലും നിന്റെ മനസ്സറിഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി അവൻ തന്നല്ലോ. നിനക്കിപ്പൊ സന്തോഷായില്ലേ? പിന്നെ ഒരുപാട് സന്തോഷമായി അച്ഛമ്മേ. ഇത്രയും കാലമായി ഈ വീട്ടിനകത്ത് മാത്രമാണ് അവനെ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോ അവന്റെ ഓഫീസിൽ കൂടി നിനക്ക് പ്രവേശനം കിട്ടിയിരിക്കല്ലേ. ഈ അവസരം നീ നന്നായി ഉപയോഗിക്കണം. തക്കുടുവിന്റെ കാര്യങ്ങളെല്ലാം നീ നോക്കണം. അവനെ നന്നായി സ്നേഹിക്കണം. നാളെ മുതൽ എല്ലാം നന്നാവും. കാര്യങ്ങൾ നിന്റെ വഴിക്കാവും. നാളെ മുതൽ നിന്റെ നാശത്തിന്റെ ആരംഭം സുമി. നോക്കിക്കോ. രാവിലെ തന്നെ എഴുത്തിന്റെ മൂഡിലാണല്ലോ. ഞാൻ ഡയറി എഴുതുന്നില്ലെന്നായിരുന്നല്ലോ ഗിരിയുടെ പരാതി. അതിപ്പോ മാറിയില്ലേ? എന്തു പറ്റി രാവിലെ എഴുന്നേറ്റ് ഇത്ര കാര്യമായിട്ട് എഴുതാൻ? അതിന്റെ ആഴോ അർത്ഥമൊക്കെ ഗിരിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നെന്റെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷമുള്ള ദിവസാ. ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് വീണ്ടും ഉള്ള ഒരു ചുവടുവയ്പ്, അതെനിക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് ചെറുതല്ല ഗിരി. താങ്ക് യു സോ മച്ച്. ഏയ്, താൻ എന്റെ അടുത്ത് ഇങ്ങനെ ഫോർമൽ ആവലോ. ജസ്റ്റ് വാണ്ട് യു ടു ബി ഹാപ്പി. അതല്ലേ എന്റെ ഈ സന്തോഷം. ശരി, ഞാൻ ചെന്നേ കുളിക്കട്ടെ, വൈകണ്ട. ഇന്നു മുതൽ ജോലി ചെയ്യാൻ പോകുന്നു. അതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും വഴങ്ങുന്ന ടീച്ചിങ് പ്രൊഫഷൻ. ഒരു അധ്യാപിക എന്ന നിലയിലുള്ള പ്രൊഫൈൽ എനിക്ക് എന്ന് നഷ്ടമായോ അന്ന് എനിക്ക് നഷ്ടമായത് എൻ്റെ ആത്മവിശ്വാസം കൂടിയായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു അടർന്നു പോയത്. ഇന്നത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ ഗിരി എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത് എൻ്റെ ആത്മാഭിമാനത്തിൻ്റെ അടയാളമാണ്. ഇക്കാര്യം അറിയുമ്പോൾ എന്നെക്കാൾ ഏറെ സന്തോഷിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്. അതച്ഛനാ.
സുമി മോളെ, ഞാനേ ഇന്നലെ തന്നെ അച്ഛനെ വിളിക്കണമെന്ന് വിചാരിച്ചാ, പക്ഷെ നേരം വൈകിയത് കൊണ്ട് രാവിലെ ആവാന്ന് വിചാരിച്ചു. എന്താ മോളെ വിശേഷിച്ച്? അച്ഛാ, ഒരു നല്ല വിശേഷമുണ്ട്. ഗിരി എനിക്ക് കമ്പനിയിൽ ജോലി തന്നു. ആഹാ, അത് കൊള്ളാലോ. എന്ത് പോസ്റ്റിലാ മോളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? അതാച്ചാ രസം. കമ്പനി ജീവനക്കാരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ വന്ന ഒരു ഐഡിയ ആണ് ഒരു ലാംഗ്വേജ് ട്രെയിനറെ വെക്കാൻ. എന്റെ അറിവിൽ അതിന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സുമിയ. നന്നായി. മോൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തന്നെ തുടരാൻ പറ്റുമല്ലോ. ഭാഗ്യം. അതെ അച്ഛാ, ടീച്ചിങ് തന്നെ തുടർന്നും ചെയ്യാനായിട്ട് അവസരം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് പിന്നെ ആ കോച്ചിങ് സെന്ററിൽ തന്നെ ക്ലാസ് എടുക്കാൻ പോയാലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഭാഗ്യം വീണ് കിട്ടിയത്. പക്ഷേ നിന്റെ കോച്ചിങ് സെന്ററിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ അല്ല ഇത്. നിന്നേക്കാൾ അറിവും പ്രായവും പക്വതയൊക്കെ ഉള്ള ആളുകളായിരിക്കും അവിടുത്തെ ജീവനക്കാര്. അറിയാച്ചാ, ഗിരി തന്ന ഈ ഒരു ടാസ്കേ ഞാൻ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുള്ളൂ. നന്നായി പ്രിപ്പയർ ചെയ്ത് ടീച്ചിങ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ പോവാൻ, കേട്ടോ? അങ്ങനെ തന്നെ ചെയ്യാച്ചാ. എന്റെ മനസ്സറിഞ്ഞ പോലെയാ ഗിരി എനിക്ക് ഈ ജോലി തന്നത്. അത് ഞാൻ ഒരിക്കലും മോശാക്കില്ല അച്ഛാ. പഴയതുപോലെ അല്ല, ഗിരി ഇപ്പൊ നിന്നെ ഒരുപാട് പരിഗണിക്കുന്നുണ്ടല്ലേ? അതെ, സത്യ അച്ഛൻ പറഞ്ഞത്. ഗിരി ഒരുപാട് മാറിയിട്ടുണ്ട്. ആട്ടെ, എന്ന് മുതലാ നീ ജോയിൻ ചെയ്യുന്നത്? ആ, സത്യത്തിലേ ഇന്ന് മുതൽ തുടങ്ങാണച്ചാ. ഞാനിപ്പോ ജോയിൻ ചെയ്യാനായിട്ട് റെഡിയാവാനായിട്ട് ഇറങ്ങാൻ പോവാ. അച്ഛന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം കേട്ടോ. നന്നായി വരും മോളെ. ഈ ജോലിയിൽ നിനക്ക് ശോഭിക്കാൻ പറ്റും. അച്ഛന്റെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ ഉണ്ടാവും. ശരി മോളെ. ഇറങ്ങാൻ സമയമായല്ലോ. സുമി എവിടെ പോയി? ഞാൻ റെഡി. സാരിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഗിരിയുടെ ഓഫീസിലെ രീതികൾക്കൊക്കെ ഇത് ഓക്കെയല്ലേ? നല്ല ഐശ്വര്യമുണ്ട് മോളെ. ഇതുപോലെ ചിരിച്ച മുഖത്തോടെ നീ പഠിപ്പിച്ചാൽ ആർക്കായാലും ഒന്ന് പഠിക്കാൻ തോന്നും. നന്നായി വരും മോളെ. ഈ അച്ഛമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ മോൾക്കുണ്ടാവും. ഗിരിക്ക് ലേറ്റ് ആവുന്നുണ്ടാവും. മോള് ചെല്ല്. എന്നാ നമുക്ക് ഇറങ്ങാം. വരട്ടെ അച്ഛമ്മേ. എല്ലാം ശരിയാകും. മോള് ചെല്ല് ചെല്ല്. വേണ്ട, ഗിരി പോയിക്കോളൂ. അതെന്താ സുമി വരുന്നില്ലേ? ഇന്നു മുതൽ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട്? അയ്യോ, വരുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? പക്ഷേ ഗിരിയുടെ ഈ കാറിൽ വരുന്നില്ല. ഞാനൊരു ഓട്ടോ വിളിച്ചു പോക്കോളാം. ഗിരി പോക്കോ. അതെന്താ? ഞാൻ നീ ഒരേ സ്ഥലത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? അതെ, പക്ഷേ ഞാൻ ഇന്ന് അവിടെ വരുന്നത് ചെയർമാന്റെ ഭാര്യയായിട്ടല്ലോ, ആ കമ്പനിയിലെ ഒരു ജീവനക്കാരിയായിട്ടല്ലേ. കമ്പനിയിലെ സ്റ്റാഫ് ആണെങ്കിലും നീ ചെയർമാന്റെ ഭാര്യ അല്ലാതാവുന്നില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മളായിട്ട് അതെന്തിനാ തെറ്റിക്കുന്നത്? എന്നാലും ഇതെങ്ങനെ ശരിയാവും? ശരിയാവും. ഞാൻ പറഞ്ഞു തന്നെ അതിന്റെ ശരി. ഒന്നുകൂടെ ചിന്തിച്ചു നോക്കിയാൽ ഗിരിക്കും അത് മനസ്സിലാവും. സുമി നിക്ക്. നവാസേ, രാഘവേട്ടനെ വിളിച്ച് പെട്ടെന്ന് മറ്റേ വണ്ടി ഇറക്കാം. അതെ, എന്നാലും ഇതല്പം കടന്ന കൈയായി പോയി സുമി. ആദ്യത്തെ ദിവസമല്ലേ,
ചെയർമാന്റെ ഭാര്യയാണെന്നുള്ള ഒരു പരിഗണന പിടിച്ചു പറ്റണ്ടെന്ന് കരുതി. എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയല്ലേ. പുറകെ ഞാനല്ലേ നിന്നെ നിയമിച്ചത്. ആ അതെ, അതാ പ്രശ്നം. ഞാൻ മാനേജ്മെന്റ് കോട്ടയിൽ നിയമിതയായിട്ടുള്ള ഒരാളാണെന്ന് കരുതി ചിലപ്പോ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ബഹുമാനം അങ്ങ് പോയാലോ. ഉം. അപ്പൊ ശരി, ഓഫീസിൽ കാണാം. സാരിയുടെ ഈ ഭാഗത്തായിട്ടൊരു മയിൽപീലിയുടെ എംബ്രോയിഡറി വന്നാൽ നന്നായിരിക്കില്ലേ മാഡം? മയിൽപീലിയോ? പ്രിൻസി ഏത് കാലത്താ ജീവിക്കുന്നത്? ഗോ ഫോർ സം മ്യൂറൽ ആർട്ട്. അത് ശരിയാ, വളരെ ട്രെൻഡിങ് ഡിസൈൻസ് നോക്കുന്നവർ നമ്മുടെ ക്ലയൻസ്. അത് വെറുതെ അല്ലല്ലോ. സാനിയ നമ്പ്യാരുടെ ഡിസൈനർ ബുട്ടിക്കാണിത്. ഇവിടെ വരുന്നവർ അതിന്റെ ക്വാളിറ്റിയും പ്രതീക്ഷിക്കും. സാനിയ തന്നെ ചെയ്ത ഒത്തിരി യൂണിക് ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താ പോരെ? യെസ് മാം. ഹായ്, ഗുഡ് മോർണിംഗ് മാഡം. വെരി ഗുഡ് മോർണിംഗ്. മാഡത്തിന്റെ ഡിസൈൻസിനെ കുറിച്ച് മാം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്നെ കുറിച്ച് അവള് നല്ലത് പറഞ്ഞോ? എങ്കിൽ ഇന്ന് ആകാശം ഇടിഞ്ഞു വീഴും. ഒന്ന് പോടി അവിടുന്ന്. നിങ്ങൾ ഈ ഡിസൈൻസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വാ. ഓക്കെ ഓക്കെ മാം. ഇങ്ങനൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിനക്കുണ്ടാവുന്ന ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. എന്ത് ചേഞ്ച്? ഐ എം സ്റ്റിൽ സെയിം സാനിയ നമ്പ്യാർ. പിന്നെ എന്നിട്ടാണോ നീ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തത്? നിന്നൊരാളെ കണ്ടിട്ടാ നമ്മൾ ഈ സ്ഥാപനം ആരംഭിച്ചു തന്നെ. ഡോണ്ട് വറി വീണ, അതിനൊക്കെയുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഫീൽഡിൽ ഞാൻ പഴയതിനേക്കാൾ കൂടുതൽ സജീവമാകാൻ തീരുമാനിച്ചു. ഇതുവരെ ഉണ്ടായിരുന്ന ഫാഷൻ ഡിസൈനർ എന്ന ലേബലിൽ മാത്രമല്ല, സൂപ്പർ മോഡൽ എന്ന നിലയിലും. കഴിഞ്ഞ ആഴ്ച നീ ഒരു നാഷണൽ ബ്രാൻഡിന്റെ മോഡലായ കാര്യല്ലേ? അത് ഞാൻ അറിഞ്ഞു. ഷെർമിൻ വിളിച്ച് പറഞ്ഞിരുന്നു. ആൻഡ് ഷീ വാസ് സോ എക്സൈറ്റഡ്. ആ ക്ലയൻസിന് നിന്നെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് അവള് പറഞ്ഞത്. ആദ്യം എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഷിറിൻ നിർബന്ധിച്ചപ്പോ പോയി ചെയ്തത്. നീ ഓപ്പണിംഗ് വിട്ട് കളയരുത്. യു ഷുഡ് കണ്ടിന്യൂ ദാറ്റ്. ഒരു ഓവർസീസ് നമ്പറാ. എക്സ്ക്യൂസ് മീ. ഹലോ, യെസ്, യു ആർ സ്പീക്കിംഗ് ടു സാനിയ നമ്പ്യാർ. യെസ്, ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ റെസിപ്രോക്കേഷൻ ഫ്രം യുവർ എൻഡ്. Oh, well, thank you. Thank you so much. Yes, we'll do so. Yes, thank you. Thanks a lot. Hey, Veena, there is a happy news. മിലാനിലെ ഷോയില്ലേ നമ്മുടെ, അത് കൺഫേം ആയെന്ന്. ഇത് നമുക്ക് കലക്കണം മോളെ. യെസ്, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. ഈ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രമല്ലേ നമ്മൾ കുറെ മാസങ്ങളായിട്ട് കാത്തിരുന്നത്. അത് ശരിയാ. ഈ സന്തോഷത്തിന്റെ പാർട്ടി എവിടെ വെച്ച് വേണമെന്ന് നീ പറഞ്ഞാൽ മതി. ഞാൻ ഈ ഹാപ്പി ന്യൂസ് ശ്രീയോ എന്ന് വിളിച്ച് പറയട്ടെ. സാനിയ, 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 സാനിയ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എത്തിയല്ലോ. അല്ല, സുമിത എവിടെ? ഓൺ ദ വേ ആണ്, ഉടനെ എത്തും. എടാ ഒന്ന് നിന്നേ. എന്താടാ? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഒരുമിച്ചല്ലേ വന്നേ? അല്ല എടാ, അവള് വേറെ കാറിലാ വരുന്നത്. നീ എന്ത് ഭ്രാന്തി പറയുന്നേ? ഒരേ വീട്ടിൽ നിന്ന് ഒരേ ഓഫീസിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി 2 കാർ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരുമിച്ച് വരാൻ അവളിന്ന് ഓഫീസിലേക്ക് വരുന്നത് എന്റെ ഭാര്യയായിട്ടല്ല. ഷീസ് ഓൺ എ ഡിഫറെന്റ് റോഡ്. അപ്പോ അതിൻ്റെതായ വഴിക്കല്ലേ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ശരി. ഓക്കെ. BP നോർമലാണ് മാഡം.
ഞാൻ നോക്കിയിട്ട് ഈ കുട്ടിക്ക് കാര്യമായ പ്രശ്നമൊന്നും കാണുന്നില്ല. വൈറ്റൽസ് എല്ലാം നോർമലാണ്. ഭയങ്കര ക്ഷീണം തോന്നുന്നു ഡോക്ടർ. ഈ കുട്ടി മാരീഡ് ആണോ? യെസ് ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ there is another possibility. ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എഴുതിക്കോളൂ. അതിനും തലകറക്കവും ബോധക്കേടും ഒക്കെ ഉണ്ടാവും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. കൺഗ്രാചുലേഷൻസ് സാനിയ. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ, നീ ഒരു അമ്മയാവാൻ പോവുകയാ. അത് കേട്ടിട്ട് നിനക്കെന്താ സാനിയ ഒരു സന്തോഷമില്ലാത്ത? പ്രഗ്നൻസി മണ്ണാങ്കട്ട. ഐ ആം നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ് വീണ. ഡോക്ടർ പ്രഗ്നൻസി ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്, റെഡി ആയിക്കോളൂ. ടെസ്റ്റോ? വാട്ട് ബുൾഷിറ്റ്. ഒന്നും നടത്തണ്ട എനിക്ക്. നീ എന്താ സാനിയ പറയുന്നേ? ഐ ആം നോട്ട് പ്രഗ്നന്റ്. എനിക്ക് ആ ടെസ്റ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഒന്ന് നിനക്ക് കൺഫേം ചെയ്താൽ എന്താ? പ്രഗ്നൻസി ടെസ്റ്റില് ഗർഭം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ഇനി അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ. What if you are really pregnant? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ അങ്ങ് അബോട്ട് ചെയ്യും, അത്ര തന്നെ. കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അതൊക്കെ സാധാരണ കാര്യല്ലേ. നീ അതിനെത്ര ടെൻഷനായി കാണുന്നത് എന്തിനാ? സ്റ്റോപ്പ് വീണ. നീ ഇത് എന്തറിഞ്ഞിട്ടേ പറയുന്നത്? എനിക്കെന്റെ ഭാവി നോക്കണ്ടേ? വരാൻ പോകുന്ന മിലാനിലെ ഷോ, മോഡലിംഗ് രംഗത്ത് ഇനി എനിക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങള്, അതെല്ലാം ഇങ്ങനൊരു പ്രഗ്നൻസി കാരണം എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. ഫാമിലി ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് അല്ലേ സനു? എനിക്ക് വലുത് എന്റെ കരിയറാണ്. അതിലെനിക്ക് വേറെ ആരുടെ ഉപദേശമൊന്നും വേണ്ട. എന്താ കുട്ടി കാണിക്കുന്നേ? ഇതിലിനിയും ബാക്കിയുണ്ടല്ലോ. ഇത് മൊത്തം തീർന്നിട്ട് വേണം ഊരാൻ. എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അതുകൊണ്ടേ ഇത്രയും മതി. ഇതൊക്കെ നൂരി മാറ്റിയേ എനിക്ക് വീട്ടിൽ പോണം. അപ്പൊ ഡോക്ടർ പറഞ്ഞ ടെസ്റ്റോ? അതെ, അവരോട് തന്നെ അങ്ങ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എനിക്ക് തൽക്കാലം സൗകര്യപ്പെടില്ല. സനു നിക്ക്, പറയട്ടെ. ഇവിടെ നടന്ന കാര്യങ്ങള് ഞാനും നീയും അല്ലാതെ വേറൊരു ഈച്ച പോലും അറിയാൻ പാടില്ല. ഈസ് ദാറ്റ് ക്ലിയർ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. ഇന്നു മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട എംപ്ലോയീസിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ക്ലാസ് ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഏത് തൊഴിൽ മേഖലയിലും ഏത് കമ്പനിയിലും നിങ്ങൾക്ക് ആ കഴിവ് അത്യാവശ്യമാണ്. ഈ കോഴ്സ് അവസാനിക്കുമ്പോഴേക്കും അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളിലൂടെ നമ്മുടെ കമ്പനിക്കും ബെനിഫിഷ്യൽ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട ചെയർമാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ ട്രെയിനർ വേറെ ആരുമല്ല, നമ്മുടെ ചെയർമാന്റെ ബെറ്റർ ഹാഫ് മിസ്സിസ് സുമിത ഗിരിധർ നമ്പ്യാറായി. ചേട്ടാ, സുമതിയുടെ ഇവിടെ ഓൺ ദ വേ ആണ് നിതീഷേ, ഇപ്പൊ എത്തും. എടാ, 2 വണ്ടിയിലാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി? പിന്നെന്താ സുമി ലേറ്റ് ആവുന്നത്? ആദ്യത്തെ ദിവസമല്ലേ, അമ്പലത്തിൽ പോയിട്ടേ വരൂ, അതാ വൈകുന്നത്. അതെങ്ങനെയാ തനിക്കറിയാം? അത് പിന്നെ സ്ത്രീകളാകുമ്പോ സാധാരണ ഇതൊക്കെ പതിവാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സുമിത മോൾ എത്തിയല്ലോ. എന്താ ഏട്ടത്തി ലേറ്റ് ആയത്? എല്ലാരും ഏട്ടത്തി കാത്തിരിക്കായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ ഒന്ന് ഗണപതി ക്ഷേത്രത്തിൽ കയറി. ഞാൻ ഒത്തിരി ലേറ്റ് ആയോ ആകാശേ? ഹേയ്, ഒരു കുഴപ്പമില്ല. ഇതാ. ഹലോ, ഹലോ ടെസ്റ്റിംഗ്. ഇനി കൂടുതൽ വൈകണ്ട, ക്ലാസ് ആരംഭിക്കാം അല്ലേ ഗിരിമോനെ? താങ്ക് യു. ഗിരി, ഓക്കെ, ഗോ അഹെഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. A very good morning to all of you. പിടിച്ചു പറഞ്ഞു. A very good morning to all of you. ഗുഡ് മോർണിംഗ് മാഡം.